വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെൻ്റൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഈ കഥാപാത്രങ്ങൾ ബാലമുരളിയുടെ കഥാപാത്രം മാത്രമല്ല മറ്റു കഥാപാത്രങ്ങളും ഇവരെല്ലാവരെയും സ്വീകരിക്കുന്ന ആളാണ് സൈക്കോളജിസ്റ്റ് ബാലമുരളി. അപ്പം ഈ ഒരു കഥാപാത്രത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്ന പ്രോസസ്സ് അത് എളുപ്പമായിരുന്നു? സത്യത്തിൽ എനിക്ക് പലപ്പോഴും ഇന്ന് രാവിലെ കൂടെ ഒരു ചർച്ചയിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ടത്, എഴുതുമ്പോൾ അത് ഡൈവേർട്ടായി കഥ മറ്റൊന്നിലേക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞു, ഇല്ല, എനിക്ക് വ്യക്തമായ ധാരണയോട് കൂടിയാണ് ഞാനൊരു കഥ എഴുതുന്നത്. ഇപ്പം MT ആണെങ്കിൽ പോലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, കഥാബീജം ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഒരു പൂർണ്ണ ഗർഭിണിയുടെ വേദനയോടെയാണ് അദ്ദേഹം അത് എഴുതാറ് എന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് എൻ്റെ എഴുത്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ കഥകൾ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്നോ എൻ്റെ തലച്ചോറിൽ നിന്നോ അല്ല വരില്ല, എൻ്റെ വിരലുകളിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഞാൻ എഴുതാൻ ഒരു ചട്ടക്കൂടുകളൊക്കെ മനസ്സിൽ വിചാരിച്ച് എഴുതാനിരിക്കുമ്പോൾ എൻ്റെ കഥാപാത്രങ്ങൾ പോകുന്നത് മറ്റൊരു ഡയറക്ഷനിലായിരിക്കും. ഞാൻ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കണം എന്ന് വിചാരിച്ച കഥാപാത്രം എൻ്റെ മുന്നിൽ അയാളുടെ അവസ്ഥകൾ വെളിപ്പെടുത്തുമ്പം എനിക്ക് ഇയാളുടെ അടുത്തല്ലേ ന്യായമെന്ന് എനിക്ക് തോന്നും. ഞാൻ ഏറ്റവും പരിശുദ്ധം എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി വെച്ചിരുന്ന കഥാപാത്രത്തിൻ്റെ മറ്റൊരു വശമായിരിക്കും ഇയാൾ പറയുന്നത്, ഇന്നതുകൊണ്ടല്ലേ ഞാനിത് ചെയ്തതെന്ന് ചോദിച്ച് എൻ്റെ മുന്നിൽ എൻ്റെ കഥാപാത്രങ്ങൾ എപ്പോഴും രൂപപ്പെടുന്ന എൻ്റെ തലച്ചോറിൽ ഒരുപാട് നേരം കിടന്നിട്ടോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല, എൻ്റെ വിരലിൽ നിന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഈ കഥാപാത്രങ്ങൾ എഴുതി തീർന്നു കഴിയുമ്പോൾ തിരിച്ച് ഇവ എന്നെ ആക്രമിക്കാറുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതിൽ വയറിൽ മണ്ണ് നിറഞ്ഞ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന 2 കുഞ്ഞുങ്ങളെ, പട്ടിണി കിടന്ന് മരിച്ചുപോയ 2 കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അത് എഴുതുമ്പോൾ അങ്ങ് എഴുതാൻ സാധിച്ചു, പക്ഷെ എഴുതിയതിനു ശേഷം അതെന്നെ വല്ലാണ്ട് കൊണ്ടിരുന്നു. എനിക്കത് ഇപ്പോഴും വായിക്കുമ്പോഴായാലും അത് പറയുമ്പോഴാണെങ്കിലും ആ വെള്ളാരം കണ്ണുകളുള്ള കുഞ്ഞുങ്ങൾ വയറ് പൊളിച്ച് വയറിനുള്ളിൽ മണ്ണ് നിറഞ്ഞ് കിടക്കുന്നത് എന്നെ വേദനിപ്പിക്കാറുണ്ട്. അതിലെ മൂത്ത കുട്ടി ആദ്യവും ഇളയ കുട്ടി രണ്ടാമതുമാണ് മരിക്കുന്നത്. ഇളയ കുട്ടിക്ക് വേണ്ടി ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണം മാറ്റിവെച്ച ആ മൂത്ത കുട്ടിയൊക്കെ എന്നെ ഹോണ്ട് ചെയ്യും. ഞാൻ എഴുതിയ കഥാപാത്രമാണെങ്കിലും അതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിരുന്നു. ബാക്കിയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് എനിക്ക് ഇറങ്ങി വരാൻ ഒരുപാട് താമസം എടുത്തിട്ടില്ല.